എ.സിയുടെ നേർത്ത തണുപ്പിലും ഹൃദയമിടിപ്പിന്റെ വേഗത കൂട്ടുന്ന ഒരു നിശബ്ദത ആ മുറിയിലുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങൾക്കിടയിൽ മായാതെ നിൽക്കുന്ന ആ അകലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ റയാന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. അവൻ മെല്ലെ ആ മുറിയിലേക്ക് നടന്നു. കട്ടിലിന്റെ ഒരറ്റത്ത് സ്വന്തം വിരലുകളിൽ നോക്കി എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു അനാമിക. അവളുടെ അരികിലേക്ക് അവൻ മെല്ലെ ചെന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്നുള്ള അവന്റെ സ്പർശനത്തിൽ അനാമിക ഒന്ന് ഞെട്ടി. പക്ഷേ ഇത്തവണ തള്ളി മാറ്റിയില്ല. കല്യാണം കഴിഞ്ഞിട്ടും എന്താണ് നമുക്കിടയിൽ ഇപ്പോഴും ഇത്ര അകലം? എത്ര കാലം ഇങ്ങനെ എന്നിൽ നിന്ന് ഓടി ഒളിക്കും മനു? അവന്റെ ശബ്ദത്തിന്റെ ആർദ്രതയും കണ്ണുകളിലെ പ്രണയവും കണ്ടപ്പോൾ അനാമികയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുളുമ്പി. ഈ ചോദ്യം അവൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ഇതിനുള്ള ഉത്തരം നൽകാൻ അവളുടെ മനസ്സിപ്പോഴും പാകമായിരുന്നില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവ ബിസിയാണ് റയാൻ വർഗീസ്. ബിസിനസ് ലോകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ ഒട്ടും മടിക്കാത്ത, ഏത് വെല്ലുവിളിയെയും പുഞ്ചിരിയോടെ നേരിടുന്ന റയാൻ. പക്ഷേ സ്വന്തം ഭാര്യയുടെ മുന്നിൽ വരുമ്പോൾ അവൻ തികച്ചും ശാന്തനാണ്, സ്നേഹമുള്ളവനാണ്. അനാമികയാകട്ടെ നാട്ടിന് പുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന പാവം പെൺകുട്ടി. വലിയ ലോക പരിചയമൊന്നുമില്ലാത്ത തികച്ചും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി. ബന്ധുക്കൾ മുൻകൈയെടുത്ത് നടത്തിയ ഒരു വിവാഹമായിരുന്നു അവരുടേത്. കാഴ്ചയിൽ രണ്ട് ദുരങ്ങളിലുള്ളവർ. എങ്കിലും അനാമികയെ കണ്ട നിമിഷം മുതൽ റയാന്റെ ഉള്ളിൽ അവളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷേ അവരുടെ ആദ്യ രാത്രി, അത് രണ്ടുപേരുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. ആദ്യ രാത്രിയിൽ അലങ്കരിച്ച മുറിയിലേക്ക് റയാൻ കടന്നു വരുമ്പോൾ അനാമിക വല്ലാത്തൊരു ഭയത്തിലായിരുന്നു. പുതിയൊരു വീട്, പുതിയ അന്തരീക്ഷം, അതിലുപരി വലിയൊരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ എന്ന പദവി. അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു നിന്നു. റയാൻ സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കൈകളിൽ തൊട്ടതും അനാമിക ഭയന്നു വിറച്ചു. അവളുടെ ശ്വാസമെടുപ്പ് വേഗത്തിലായി. കണ്ണടച്ചു പിടിച്ച് അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ്, എന്നെ വിടൂ. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ കരഞ്ഞു നിലവിളിച്ചു. അവളുടെ ആ ഭയം റയാനെ അമ്പരപ്പിച്ചു. ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളിലേക്ക് അടുക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ സ്പർശനം പോലും അവളെ എത്രയധികം ഭയപ്പെടുത്തുന്നെന്ന് മനസ്സിലാക്കിയ നിമിഷം റയാൻ ഒരടി പിറകോട്ട് മാറി. അനു, പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, സമാധാനിക്ക്. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അന്നത്തെ ആ രാത്രി അവൾ കരഞ്ഞു തീർക്കുകയായിരുന്നു. അതിനുശേഷം മാസങ്ങൾ കടന്നുപോയി. റയാൻ ഒരിക്കലും അവളെ നിർബന്ധിച്ചില്ല. ഒരു നല്ല സുഹൃത്തിനെ പോലെ അവളെ സംരക്ഷിക്കുന്ന ഒരു തണലായി അവൻ കൂടെ നിന്നു. അവൾക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യവും സമയവും നൽകി. ഓരോ ദിവസവും റയാന്റെ ഈ മാറ്റം അനാമിക കാണുന്നുണ്ടായിരുന്നു. പുറത്ത് കണിശക്കാരനായ ബിസിനസ്സുകാരൻ, വീട്ടിൽ തനിക്ക് വേണ്ടി മാത്രം ചിരിക്കുന്ന, തൻ്റെ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധിക്കുന്ന ഒരു പാവം ഭർത്താവ്. പതുക്കെ പതുക്കെ അവളുടെ ഉള്ളിലെ ഭയം പ്രണയത്തിന് വഴി മാറാൻ തുടങ്ങി. അവൻ അടുത്തു വരുമ്പോൾ പണ്ട് തോന്നിയിരുന്ന ഭയമല്ല, മറിച്ചൊരു പ്രത്യേക സുരക്ഷിതത്വമാണ് ഇപ്പോൾ അവൾക്ക് തോന്നുന്നത്. ഇന്ന് അവൻ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ ഓടിയെടുക്കാതിരുന്നതും അതുകൊണ്ടാണ്. പറയുവാനും, ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു? എന്താണ് നിന്നെ അത്രയും ഭയപ്പെടുത്തുന്നത്? റയാൻ അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു. അനാമിക അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. അവളുടെ കണ്ണീർ തുള്ളികൾ അവൻ്റെ ഷർട്ടിൽ പടർന്നു. ഇല്ല റയാൻ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് എൻ്റേതാണ്, എൻ്റെ കഴിഞ്ഞ കാലത്തിലെ. അവൾ വിതുമ്പി. ഭൂതകാലമോ? റയാൻ അല്പം ആശ്ചര്യത്തോടെ അവളെ നോക്കി. ഉവ്വ്, കല്യാണത്തിന് മുമ്പ് എനിക്കൊട്ടും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അനാമിക പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ ശരീരം വീണ്ടും വിറക്കാൻ തുടങ്ങിയിരുന്നു. തൻ്റെ ഭൂതകാലത്തിൽ നടന്ന തന്നെ മാനസികമായി തകർത്ത ആ പഴയ സംഭവം
അവൻ അറിയുമ്പോൾ റയാൻ തന്നെ ഉപേക്ഷിക്കുമോ എന്ന ഭയം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം റയാൻ അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു. സാരമില്ല അനു, നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ പറയണ്ട. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, നിന്റെ ഭൂതകാലം എന്തു തന്നെയായാലും ഇന്നത്തെ നിന്നെയാണ് ഞാൻ പ്രണയിക്കുന്നത്. അതിലൊരിക്കലും ഒരു മാറ്റവും ഉണ്ടാകില്ല. റയാന്റെ ആ വാക്കുകൾ അനാമികയുടെ മനസ്സിൽ വലിയൊരു ഭാരം ഇറക്കി വെച്ചു. അന്ന് രാത്രി ആദ്യമായി അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് സമാധാനത്തോടെ ഉറങ്ങി. തൻ്റെ ഭർത്താവിനോട് അവൾക്ക് പ്രണയം തോന്നി തുടങ്ങിയ നിമിഷമായിരുന്നു അത്. ദിവസങ്ങൾ കടന്നുപോയി. അവർക്കിടയിൽ മഞ്ഞുരുകി തുടങ്ങി. അനാമിക റയാനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അവനിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തും അവൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ പുഞ്ചിരിയോടെ കാത്തുനിന്നും അവൾ അവൻ്റെ ജീവനായി മാറി. റയാനും തൻ്റെ ബിസിനസ് തിരക്കുകൾക്കിടയിലും അവൾക്കായി സമയം കണ്ടെത്തി. ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരിയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയിലേക്കുള്ള അവളുടെ മാറ്റം അവൻ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് റയാൻ്റെ പുതിയ ബിസിനസ് പ്രൊജക്റ്റിൻ്റെ ലോഞ്ചിങ് ഡേ വന്നെത്തിയത്. കൊച്ചിയിലെ ഒരു വലിയ നക്ഷത്ര ഹോട്ടലിലായിരുന്നു ഫംഗ്ഷൻ. അനു, ഇന്ന് വൈകുന്നേരം പാർട്ടിക്ക് നീയും വരണം, റയാൻ രാവിലത്തെ കാപ്പി കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു. അയ്യോ, എനിക്ക് ഇങ്ങനത്തെ വലിയ പാർട്ടികളിലൊന്നും വന്ന് പരിചയമില്ല റയാൻ, ഞാൻ വരുന്നില്ല, അനാമിക മടിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല റയാൻ. റയാൻ വർഗീസിൻ്റെ വാരൊപ്പമില്ലാതെ എന്ത് പാർട്ടി? നീ റെഡിയായി നിൽക്ക്, വൈകുന്നേരം ഡ്രൈവർ ഒന്ന് കൂട്ടിക്കോളും, അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തട്ടി. വൈകുന്നേരം മനോഹരമായ കസവ് സാരിയെടുത്ത് ലളിതമായ മേക്കപ്പിൽ അനാമിക പാർട്ടി ഹാളിലേക്ക് നടന്നു ചെന്നു. അവളുടെ ലാളിത്യം അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. റയാൻ അഭിമാനത്തോടെ അവളെ തൻ്റെ ബിസിനസ് പങ്കാളികൾക്ക് പരിചയപ്പെടുത്തി. എല്ലാം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ പാർട്ടിയിലേക്ക് പുതിയൊരു അതിഥി കടന്നു വന്നത്. ബിസിനസ് ഗ്രൂപ്പിൻ്റെ MD വിക്രം. വിക്രമിനെ കണ്ടതും അനാമികയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. അവളുടെ കയ്യിലിരുന്ന് ജ്യൂസ് ഗ്ലാസ് തറയിൽ വീണ് തകർന്നു. അതെ, അനാമികയുടെ ഭൂതകാലത്തിലെ ആ കറുത്ത ഏട്, അവളെ രാത്രികളിൽ ഭയസ്വപ്നം കാണിച്ചിരുന്ന ആ വ്യക്തി വിക്രമായിരുന്നു അത്. തൊട്ടടുത്ത് നിൽക്കുന്ന റയാനെയും ഭയം കൊണ്ട് വിറക്കുന്ന അനാമികയെയും നോക്കി വിക്രം ഒരു കുസൃതി ചിരിയോടെ അടുത്തേക്ക് നടന്നു വന്നു. പാർട്ടി ഹാളിലെ വെളിച്ചങ്ങൾക്കിടയിലും അനാമികയുടെ ലോകം ഇരുണ്ടു പോകുന്നത് പോലെ തോന്നി. കയ്യിലിരുന്ന ഗ്ലാസ് ഉടഞ്ഞ് തറയിൽ വീണ ശബ്ദം കേട്ടാണ് റയാൻ തിരിഞ്ഞു നോക്കിയത്. വിറച്ചു നിൽക്കുന്ന അനാമികയെ കണ്ടതും അവൻ ആകുലതയോടെ അവളുടെ അടുത്തേക്ക് വന്നു. അനു, എന്തു പറ്റി? കൈക്കെങ്ങാനും കൊണ്ടോ? അവൻ അവളുടെ കൈകൾ പിടിച്ച് ചോദിച്ചു. പക്ഷേ അനാമികയുടെ കണ്ണുകൾ റയാന്റെ മുഖത്തായിരുന്നില്ല. പാർട്ടിയിലെ പ്രവേശന കവാടത്തിലേക്ക് നടന്നു വരുന്ന ആ ആളിലായിരുന്നു. വിക്രം അഹങ്കാരം നിറഞ്ഞ ആ ചിരിയോടെ അവൻ അവരിലേക്ക് നടന്നു വന്നു. ഹേയ് റയാൻ, കൺഗ്രാജുലേഷൻസ് മാൻ, പുതിയ പ്രൊജക്റ്റ് വലിയ വിജയമാകട്ടെ. വിക്രം റയാന് കൈ കൊടുത്തു. താങ്ക്സ് വിക്രം, താങ്ക് യു ഫോർ കമ്മിങ്, റയാൻ പതുക്കെ പുഞ്ചിരിച്ചു. തുടർന്ന് വിക്രം തൻ്റെ കണ്ണുകൾ അനാമികയിലേക്ക് തിരിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു വശ്യമായി ചിരിപ്പരിഞ്ഞു. ഇതാണോ റയാൻ്റെ വൈഫ്? പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അനാമിക അല്ലേ? ആ പേരാൻ വിളിച്ച രീതി അനാമികയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. അവൾ അറിയാതെ റയാൻ്റെ ഷർട്ടിൻ്റെ തുമ്പിൽ മുറുകെ പിടിച്ചു. റയാൻ അത് മനസ്സിലായി. അനാമികയുടെ മുഖത്ത് പടർന്ന ആ ഭയം അവൻ വ്യക്തമായി കണ്ടു. ഇത് സാധാരണ ഒരു അപരിചിതത്വം കൊണ്ട് ഉണ്ടാകുന്ന ഭയമല്ലെന്ന് അവൻ്റെ കണിശക്കാരനായ മനസ്സ് തിരിച്ചറിഞ്ഞു. അതെ, എൻ്റെ ഭാര്യ അനാമിക. അനു, ഇത് വിക്രം, റോയൽ ഗ്രൂപ്പിൻ്റെ MD. റയാൻ അവളെ പരിചയപ്പെടുത്തി. പക്ഷേ അനാമികക്ക് ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അവളുടെ തൊണ്ട വറ്റി വരണ്ടിരുന്നു. റയാൻ, യുവർ വൈഫ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ പണ്ട് എവിടെ കണ്ടുമുട്ടിയ ഒരു ഫീലിംഗ്. വിക്രം അത് പറയുമ്പോൾ
അനാമികയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. സോറി വിക്രം, വൈഫിന് അല്പം തലവേദനയുണ്ട്. യു വിൽ എക്സ്ക്യൂസ് ഫോർ എ മൊമെന്റ്, റയാൻ ഗൗരവത്തിൽ പറഞ്ഞു. വിക്രമിൻ്റെ ആ നോട്ടവും സംസാരവും റയാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ അനാമികയെയും കൂട്ടി പാർട്ടിയുടെ ബാൽക്കണിയിലേക്ക് നടന്നു. തണുത്ത കാറ്റ് വീശിയെടുക്കുന്നുണ്ടായിരുന്നെങ്കിലും അനാമിക വിറക്കുന്നുണ്ടായിരുന്നു. അനു, നീ എന്നോടൊന്നും മുടിക്കരുത്. ആരാണ് ആ വിക്രം? അവനെ കണ്ടപ്പോൾ നീ എന്തിനാണ് ഇത്രയധികം ഭയന്നത്? നിന്റെ ആദ്യ രാത്രിയിലെ ഭയത്തിന് ഇവനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? റയൻ അവളുടെ തോളിൽ പിടിച്ച് നേരിട്ട് ചോദിച്ചു. അനാമികയ്ക്ക് ഇനി അത് ഒളിക്കുവെക്കാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ ഭർത്താവാണ്, തൻ്റെ സംരക്ഷകനാണ്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കറുത്ത ഭൂതകാലം റയാനോട് തുറന്നു പറയാൻ തുടങ്ങി. റയാൻ, 2 വർഷം മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം എൻ്റെ ചേച്ചിയുടെ വിവാഹ ആവശ്യത്തിനായി അച്ഛൻ കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. ആ തുക തിരിച്ചടക്കാൻ പറ്റാതെ വന്നപ്പോൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാനൊരു പാർട്ട് ടൈം ജോലിക്ക് ചേർന്നത്. അത് വിക്രമിൻ്റെ കമ്പനിയിലായിരുന്നു. അനാമിക വിതുമ്പി. എന്നിട്ടെന്താ ഉണ്ടായതനു? റയാൻ്റെ ശബ്ദം ഗൗരവമുള്ളതായി. തുടക്കത്തിൽ അയാൾ വളരെ നല്ലവനായി അഭിനയിച്ചു. പക്ഷേ പതുക്കെ പതുക്കെ അവരുടെ സ്വഭാവം മാറി. ഒരു ദിവസം ലേറ്റ് അവർ ജോലി ചെയ്യുമ്പോൾ അയാൾ എന്നെ അവൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അനാമികക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അതിനുശേഷം അയാൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എവിടെ പോയാലും അയാൾ എന്നെ പിന്തുടർന്നു. ആ ഭയമാണ് റയാൻ എൻ്റെ മനസ്സിൽ ഉറച്ചുപോയത്. പുരുഷന്മാരെ പോലും എനിക്ക് ഭയമായിരുന്നു. അതുകൊണ്ടാണ് റയാൻ അടുത്തു വരുമ്പോഴൊക്കെ ഞാൻ അത്രയും പേടിച്ചോടിയത്. അനാമിക നിലത്തേക്കിരുന്നു പോയി. കേട്ട കാര്യങ്ങൾ റയാൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം തന്നെ സൃഷ്ടിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവൾ അനുഭവിച്ച മാനസിക വേദനയുടെ ആഴം അവൻ തിരിച്ചറിഞ്ഞു. അവൾ തെറ്റുകാരിയായിരുന്നില്ല, മറിച്ച് ഒരു ഇരയായിരുന്നു. റയാൻ താഴെയിരുന്ന് അവളെ കോരിയെടുത്ത് തന്നോട് ചേർത്ത് പിടിച്ചു. എൻ്റെ തെറ്റാണ് നിന്നെ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എൻ്റെ തെറ്റാണ്. ഇനി നീ ആരെയും പേടിക്കണ്ട. ഈ റയാൻ വർഗീസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു വിക്രമം നിന്റെ ഒരു ദ്രോമത്തിൽ പോലും തൊടില്ല. റയാൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ ഒരു പുതിയ തീപ്പൊരി മിന്നിമറിഞ്ഞു. അന്ന് രാത്രി വീട്ടിലെത്തിയ ശേഷം റയാൻ അനാമികയെ ഉറക്കി. അവൾ ശാന്തമായി ഉറങ്ങുന്നത് നോക്കി നിന്ന ശേഷം അവൻ തൻ്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ടീമിനെയും ലീഗൽ അഡ്വൈസറെയും ഫോണിൽ വിളിച്ചു. റോയൽ ഗ്രൂപ്പിൻ്റെ വിക്രം, അവൻ്റെ ഭൂതകാലം, അവൻ്റെ ബിസിനസ് തട്ടിപ്പുകൾ, അവൻ്റെ പേരിൽ നിലവിലുള്ള എല്ലാ കേസുകളും നാളെ രാവിലെയോടെ എൻ്റെ ടേബിളിൽ വേണം. റയാൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു, എന്നാൽ അത് അപകടമായ ഒരു ഗൗരവമുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ റയാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അനാമിക അവന് കാപ്പി കൊടുത്തു. റയാൻ, വിക്രം വലിയ സ്വാധീനമുള്ള ആളാണ്. വേണ്ട, നമുക്ക് പുതിയ പ്രശ്നങ്ങളൊന്നും വേണ്ട, അവൾ പേടിയോടെ പറഞ്ഞു. റയാൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിൽ ഉമ്മ വെച്ചു. ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് തൻ്റെ എതിരാളികളെ നേരിടുന്നതെന്ന് നിനക്കറിയില്ലാനോ? അവൻ തകർത്തത് എൻ്റെ പെണ്ണിൻ്റെ സമാധാനമാണ്. അതിനവൻ വലിയ വില കൊടുക്കേണ്ടി വരും. അന്ന് വൈകുന്നേരം വിക്രമിൻ്റെ ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായി റയാൻ കടന്നു ചെന്നു. വിക്രം തൻ്റെ ചെയറിലിരുന്ന് പുച്ഛത്തോടെ ചിരിച്ചു. വാ റയാൻ, എന്താ ഈ വഴി? നിന്റെ ഭാര്യയോട് എൻ്റെ അന്വേഷണം പറഞ്ഞു. റയാൻ ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ വിക്രമിൻ്റെ മുന്നിലെ കസേരയിലിരുന്നു. തുടർന്ന് തൻ്റെ കയ്യിലിരുന്ന് ഒരു കട്ടിയുള്ള ഫയൽ മേശപ്പുറത്തേക്ക് വെച്ചു. ഇതെന്താ റയാൻ? വിക്രം ചോദിച്ചു. ഇത് നിന്റെ മരണ വാറണ്ടാണ് വിക്രം, റയാൻ ശാന്തമായി പറഞ്ഞു. വിക്രം ആ ഫയൽ തുറന്നു നോക്കി. നോക്കും തോറും അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു, നിറം മങ്ങി. റോയൽ ഗ്രൂപ്പ് കഴിഞ്ഞ 5 വർഷമായി നടത്തിയ ടാക്സ് തട്ടിപ്പുകൾ, സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകൾ, അനധികൃത സ്വത്ത് വിവരങ്ങൾ എല്ലാം കൃത്യമായി ആ ഫയലിലുണ്ടായിരുന്നു. നീ ഇതെങ്ങനെ? വിക്രം വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു.
ഒരു ബിസിനസ്സുകാരൻ അവൻ്റെ ബിസിനസ്സിൽ മാത്രമാണ് കളിക്കുന്നത് എന്ന് നീ കരുതിയോ? എൻ്റെ ഭാര്യയുടെ കണ്ണിൽ ഞാൻ ഒരു തുള്ളി കണ്ണീർ കണ്ടു. അതിന് കാരണക്കാരനായ നിന്റെ തെരുവിൽ ഭിക്ഷയാചിക്കാൻ എനിക്ക് ഏതാനും മിനിറ്റുകൾ മതി. റയാൻ എഴുന്നേറ്റു. റയാൻ, പ്ലീസ്, ഇത് പുറത്തുവിടരുത്. നമുക്കിത് കോംപ്രമൈസ് ചെയ്യാം. വിക്രം റയാൻ്റെ കാല് വീഴാത്ത കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോംപ്രമൈസ്? റയാൻ വിക്രമിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഇനി ഒരിക്കലെങ്കിലും നീ അനാമികയുടെ മുന്നിൽ വന്നാൽ, അല്ലെങ്കിൽ അവളെപ്പറ്റി ചിന്തിച്ചാൽ പോലും നീ ഈ ജനലായികൾക്കുള്ളിൽ നിന്ന് കഴുകും. മനസ്സിലായോടാ? റയാൻ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് നടന്നു. വീട്ടിലെത്തിയ റയാനെ കാത്ത് അനാമിക വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. റയാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ എടുത്തുയർത്തി. റയാൻ, എന്തേ ഈ കാണിക്കുന്നത്? വിട്, അവൾ നാണത്തോടെയും സന്തോഷത്തോടെയും പറഞ്ഞു. ഇനി നിന്നെ ഭയപ്പെടുത്താൻ ഈ ലോകത്ത് ആരുമില്ല അനു. നിന്റെ ഭൂതകാലത്തെ ഞാൻ ഇല്ലാതാക്കി. റയാൻ അവളെ നിലത്തിറക്കി നിർത്തി. അനാമിക റയാന്റെ നെഞ്ചിലേക്ക് പടർന്നു കയറി. അവളുടെ ഉള്ളിലെ അവസാനത്തെ ഭയവും മഞ്ഞുപോലെ ഉരുകിപ്പോയിരുന്നു. ഇപ്പോൾ അവിടെ പ്രണയം മാത്രമായിരുന്നു. എനിക്കറിയാമായിരുന്നു റയാൻ എന്നെ സംരക്ഷിക്കുമെന്ന്. അവൾ അവൻ്റെ ചുണ്ടുകളിൽ തങ്ങി നിന്ന് പുഞ്ചിരിയിലേക്ക് നോക്കി പറഞ്ഞു. ബാൽക്കണിയിലെ തണുത്ത കാറ്റിൽ അനാമികയുടെ മുടികൾ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. വിക്രമിൻ്റെ ഭീഷണിയിൽ നിന്നും ഭയത്തിൽ നിന്നും റയാൻ തന്നെ പൂർണ്ണമായും മോചിപ്പിച്ചു എന്ന സത്യം ഇപ്പോഴും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. റയാൻ മെല്ലെ അവളുടെ പിന്നിലൂടെ വന്ന് അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അനാമിക ഒന്ന് ഞെട്ടിയെങ്കിലും ഇത്തവണ അത് ഭയം കൊണ്ടായിരുന്നില്ല. ആ സ്പർശനം അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പോലെ പടർന്നു കയറുകയായിരുന്നു. അവൾ അറിയാതെ തൻ്റെ തല അവൻ്റെ നെഞ്ചിലേക്ക് ചായച്ചു. ഇപ്പോഴും പേടിയുണ്ടാനോ? അവൻ അവളുടെ കാതോരം പതുക്കെ ചോദിച്ചു. അവൻ്റെ ചൂടുള്ള ശ്വാസം തൻ്റെ കഴുത്തിൽ തട്ടിയപ്പോൾ അനാമികയുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ഇല്ല, നിങ്ങൾ കൂടെയുള്ളപ്പോൾ എനിക്ക് ഈ ലോകത്ത് ഒന്നിനെയും പേടിയില്ല റയാൻ. അവൾ അവൻ്റെ കൈകൾ സ്വന്തം വിരലുകൾ കൊടുത്തു പിടിച്ചു. റയാൻ അവളെ പതുക്കെ തൻ്റെ നേരെ തിരിച്ചു നിർത്തി. അനാമികയുടെ കവിളുകൾ നാണം കൊണ്ട് തുടുത്തു ചുവന്നിരുന്നു. ലൈറ്റിൻ്റെ നേർത്ത വെളിച്ചത്തിൽ അവളുടെ കണ്ണുകളിലെ പ്രണയം അവൻ വ്യക്തമായി കണ്ടു. അന്ന് ആദ്യരാത്രി ഞാൻ നിന്നിൽ കണ്ടത് ഭയമായിരുന്നു അനു. പക്ഷേ ഇന്ന് ഈ കണ്ണുകളിൽ ഞാൻ കാണുന്നത് എന്നോടുള്ള പ്രണയമാണ്. ശരിയല്ലേ? അവൻ ഒരു കുസൃതിച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അനാമിക നാണത്തോടെ മുഖം താഴ്ത്തി. കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട, അവൾ പതുക്കെ പിറുപിറുത്തു. എന്താ പറഞ്ഞേ? എനിക്ക് കേട്ടില്ല. റയാൻ ചിരിച്ചുകൊണ്ട് അവളുടെ താടയിൽ പിടിച്ച് മുഖമുയർത്തി. ഒന്നുമില്ല, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. റയാൻ ഉറക്കെ ചിരിച്ചുപോയി. മുറിയിലെ കട്ടിലേക്ക് കിടത്തി. തൊട്ടടുത്ത് വന്ന് കിടന്ന റയാൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അനാമികയുടെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. റയാൻ മെല്ലെ അനാമികയുടെ നെറ്റിയിൽ സ്വന്തം അതരങ്ങൾ അമർത്തി. നീണ്ട മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമുള്ള ആ ആദ്യത്തെ ആർദ്രമായ ചുംബനം അനാമികയുടെ ഉള്ളിലെ സകല വിറയലും മായ്ച്ചു കളഞ്ഞു. ഐ ലവ് യു അനു, റയാൻ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. ഐ ലവ് യു ടു റയാൻ, വിറക്കുന്ന ശബ്ദത്തിൽ പൂർണ്ണ മനസ്സോടെ അവൾ ആദ്യമായി അത് തിരിച്ചു പറഞ്ഞു. അവൻ്റെ വിരലുകൾ അവളുടെ മുടികളിലൂടെ തഴുകി നീങ്ങി. അനാമിക അവൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി അവനിലേക്ക് കൂടുതൽ ഒട്ടി നിന്നു. തങ്ങൾക്കിടയിൽ മാസങ്ങളായി നിന്നിരുന്ന ആ വലിയ അകലം ആ നിമിഷത്തിൽ പൂർണ്ണമായി ഉരുകി ഇല്ലാതാവുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ജനലിലൂടെ അടിച്ചു വെയിൽ കണ്ണിൽ തട്ടിയപ്പോഴാണ് അനാമിക കണ്ണുകൾ തുറന്നത്. തലയിണയിൽ തലവെച്ച് കിടക്കുന്നതിന് പകരം താൻ റയാൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് വല്ലാത്തൊരു നാണം തോന്നി. അവൾ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും റയാൻ അവളുടെ ഒരു കെട്ടിലൂടെ പിടി ഒന്നുകൂടി മുറുകി. എങ്ങോട്ടാ ഈ രാവിലെ തന്നെ ഓടുന്നത്? അവൻ കണ്ണുകൾ തുറക്കാതെ തന്നെ ചിരിയോടെ ചോദിച്ചു. അയ്യോ, റയാൻ ഉറങ്ങിയില്ലായിരുന്നു. വിടൂ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുള്ളതാ. അവൾ അവൻ്റെ പിടിയിൽ നിന്നും മാറാൻ ശ്രമിച്ചു. ഇന്ന് അടുക്കളയിൽ ഒരു ജോലിയുമില്ല. ഇന്ന് എൻ്റെ ഭാര്യയ്ക്ക് ലീവാണ്. റയാൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി.
അവൻ പതുക്കെ അവളുടെ കവിളിൽ തട്ടി കുസൃതിയോടെ ചോദിച്ചു. ഇന്നലെ രാത്രിയിലെ പേടിയൊക്കെ മാറിയോ മാഡം? റയാൻ, പ്ലീസ്, വെറുതെ കളിയാക്കാതെ. അവൾ അവൻ്റെ നെഞ്ചിൽ പതുക്കെ തല്ലി മുഖം പൊത്തി. റയാൻ അവളുടെ കൈകൾ മെല്ലെ മാറ്റി ആ കൈകളിൽ ഉമ്മ വെച്ചു. നിന്റെ ഈ നാണം കാണാനാണ് അനു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. പിന്നെ അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പുറത്ത് നേർത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ആ മുറിക്കുള്ളിൽ പ്രണയത്തിന്റെ ചൂടും സമാധാനവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കണിശക്കാരനായ ബിസിനസ്സുകാരനിൽ നിന്ന് തൻ്റെ ഭാര്യയുടെ മനസ്സിലെ ഭയം മാറ്റി അവളെ ജീവനെ തന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിലേക്കുള്ള റയാന്റെ മാറ്റവും, ഭയത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് ഒഴിമാറിയ അനാമികയുടെ ജീവിതവും അവിടെ ഒരു പുതിയ മനോഹരമായ അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു.